ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേൺ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു ആൻസർക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞ അതേ രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്പർ പോലും മാറാതെ വന്നിട്ടുണ്ട്, നമ്പർ മാറിയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എത്രത്തോളം എഴുതി എന്നുള്ളത് നിങ്ങളുടെ മുന്നിലേക്കുള്ള കാര്യമാണ്. ടൈം മാനേജ്മെന്റ് ഒരു ഇഷ്യൂ ആയിട്ട് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. എങ്കിലും നമുക്ക് ആൻസർക്കിലേക്ക് പോവാം. നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. പ്രിയപ്പെട്ട മക്കളെ, 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് പേടിയുണ്ടോ? ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോ സൈലത്തിന്റെ അസ്ത്ര ബാച്ചിൽ. ഇപ്പൊ നിങ്ങൾക്ക് ഓഫർ കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇപ്രാവശ്യം നടന്ന ഓണം എക്സാമിൽ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം വന്നിട്ടുണ്ട്. ഏറ്റവും ആദ്യത്തെ ചോദ്യം, ഈ കാണുന്ന സമാന്തര ശ്രേണിയിൽ 5th ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് എത്ര എന്നാണ്. വളരെ ഈസി ആയിട്ട് ബുദ്ധി മാത്രം ഉപയോഗിക്കാതെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ പറ്റും. കാരണം എന്താ വെച്ചാൽ 1, 11, 21, അടുത്ത 31, അടുത്ത 41. അപ്പൊ ഇതിന്റെ 5ാം പദം എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 41 ആണ്. ഒരുപാട് എഫേർട്ട് ഇല്ലാതെ നമുക്ക്, അതാ പറഞ്ഞേ, ബുദ്ധി മാത്രം എന്ന് പറയാനുള്ള കാരണം. അതായത് നിങ്ങൾക്ക് വലിയ പണിയൊന്നും ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ കണ്ടെത്താൻ പറ്റും. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 1, 11, 21, അടുത്ത 31, അടുത്ത 40. അതാണ് 5ാമത്തെ പദം. ഇൻ ദ പിക്ചർ O is the center of the circle. ചിത്രത്തിൽ O എന്നത് സർക്കിളിന്റെ സെന്റർ ആണ്. ആംഗിൾ COB എന്ന് പറയുന്നത് 70 ഡിഗ്രി ആണ്. ആംഗിൾ CAB എത്ര? നേരെ പകുതി വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 70 നേരെ പകുതി 35 ആണ്. വളരെ ഈസി ആയിട്ട് ആൻസർ കിട്ടും. അടുത്തൊരു ചോദ്യം കുറച്ചൊന്ന് ആലോചിക്കാൻ പറ്റും. ഒരു സമാന്തര ശ്രേണി അഥവാ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രായിക് ഫോം എന്ന് പറയുന്നത് 4n-3 ആണ്. ടു ഗെറ്റ് ഇറ്റ്സ് 21st ടേം ഫ്രം 20th ടേം, 20ാമത്തെ പദത്തിൽ നിന്ന് 21ാമത്തെ പദം കിട്ടണം എന്നുണ്ടെങ്കിൽ വി മസ്റ്റ് ഡു, നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഡി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ 21ാമത്തെ പദത്തിൽ നിന്ന് 21st ടേം ഫ്രം 20th ടേം, 20ാമത്തെ പദത്തിൽ നിന്ന് 21ാമത്തെ പദത്തിലേക്ക് കിട്ടണമെങ്കിൽ നമ്മൾ 4 കൂട്ടേണ്ടതുണ്ട്. സോ വി ഹാവ് ടു ആഡ് 4. 4 കൂട്ടണം. അതായത് പിന്നെ ഈച്ച് സൈഡ് ഓഫ് എ സ്ക്വയർ വാസ് ഇൻക്രീസ്ഡ് ബൈ 3 സെന്റിമീറ്റർ. ഒരു സ്ക്വയർ ഉണ്ട്, അതിന്റെ എല്ലാ സൈഡും നമ്മൾ 3 സെന്റിമീറ്റർ കൂട്ടുന്നു. അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ അതിന്റെ എല്ലാ സൈഡും 3 സെന്റിമീറ്റർ കൂട്ടുന്നു. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞ സമയത്ത് ലാർജ് സ്ക്വയറിന്റെ ഏരിയ 64 ആണ്. അഥവാ x+3ന്റെ സ്ക്വയർ എത്രയാണ്? 64 ആണ്. ഇതേ മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ രാവിലെ പോലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? x+3 = √64 = 8 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ച ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ സൈഡ് ഓഫ് ദി ഒറിജിനൽ സ്ക്വയർ? അപ്പൊ x+3 8 ആണെങ്കിൽ x എത്രയായിരിക്കും? 5 ആയിരിക്കും. x എത്രയായിരിക്കും? 5. x = 5. ഓക്കെ. സോ രണ്ടാമത്തെ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. ഇതേപോലെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ ചിത്ര എന്നൊരു ചോദ്യം ചോദിക്കും, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം. ഇൻ ദ പിക്ചർ PQR, P ഉണ്ട്, Q ഉണ്ട്, R ആർ ദി മിഡ് പോയിന്റ്സ് ഓഫ് ദി സൈഡ്സ്. ഇതിന്റെ മിഡ് പോയിന്റുകളാണ്. ട്രയാങ്കിൾ ABC. ഇഫ് എ ഡോട്ട് ഈസ് പുട്ട് ഇൻ ദ പിക്ചർ വിത്തൗട്ട് ലുക്കിംഗ്, അതിലൊരു ഡോട്ട് ഇടുകയാണ് നോക്കാതെ. വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ഫോൾസ് ഇൻസൈഡ് ദി പാരലലോഗ്രാം APQR? ഈ കാണുന്ന പാരലോഗ്രാമിൽ ആവാൻ ഒരു പണിയുമില്ല. മൊത്തം 4 കഷ്ണങ്ങളാണല്ലോ, അത് ഒരേപോലെയാണ്. സോ ഇതിൻ്റെ ഉള്ളിൽ 2 എണ്ണം ഉണ്ട്. സോ 2/4. കമ്പാരിറ്റീവ്ലി ഈ കാണുന്ന ക്വസ്റ്റ്യൻ എല്ലാം ഈ എളുപ്പമാണ്. 2/4 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അടുത്തൊരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ ഓരോന്നും കടലാസിൽ എഴുതിയിട്ട് നമ്മളൊരു പേപ്പറിൽ ഇടുന്നു. എന്നിട്ട് അതിൽ നോക്കാതെ ഒരു ബോക്സിൽ നിന്ന് ഓരോ ലെറ്റർ എടുക്കുന്നു. എങ്കിൽ ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് 11 ആണ്. M1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ഉണ്ട്. ഇതിൽ നമ്മളോട് ചോദിച്ചത് M കിട്ടാനുള്ളത് 2/11 ആണെന്ന് പറഞ്ഞു. ഇവിടെ എത്ര M ഉണ്ട്? 1, 2 M ഉണ്ട്. സോ ഇത് കറക്റ്റ് ആണ്. M കിട്ടാനുള്ളത് 2/11. ഇനി നിങ്ങൾ ആൻസറിലേക്ക് നോക്കുക. നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, 1 ട്രൂ ആണ് നമുക്ക് മനസ്സിലായി. 1 and 2 ആർ ട്രൂ. അപ്പൊ നമുക്ക് 1 ട്രൂ ആണെങ്കിൽ ഈ കാണുന്ന ഓപ്ഷൻ നമുക്ക് വെട്ടാം, ഈ കാണുന്ന ഓപ്ഷൻ നമുക്ക് വെട്ടാം. കാരണം 1 ട്രൂ ആണ് നമുക്ക് ഉറപ്പാണ്. മറ്റേത് ശരിയാണോ തെറ്റാണോ വാട്ടെവർ. അപ്പൊ 1 ട്രൂ ആണ്. അടുത്ത പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ലെറ്റർ E ഈസ്, E എന്ന് പറഞ്ഞത് 1 ഉള്ളൂ. സോ E എന്ന് പറഞ്ഞത് 1 ഉള്ളൂ. പക്ഷെ ഇവിടെ 2 എണ്ണമായിട്ട് കാണിക്കുന്നുണ്ട്. സോ 2 എന്ന് പറഞ്ഞത് തെറ്റാണ്. സോ 1 and 2 ആർ ട്രൂ എന്ന് പറഞ്ഞത് തെറ്റാണ്. സോ നമുക്ക് വേണമെങ്കിൽ കൺക്ലൂഡ് ചെയ്യാം 1 and 3 ആർ ട്രൂ എന്ന് വേണമെങ്കിൽ കൺക്ലൂഡ് ചെയ്യാം. വേണമെങ്കിൽ നമുക്കിത് വെരിഫൈയും കൂടി ചെയ്യാം. ഗെറ്റിംഗ് ദ ലെറ്റർ എ എത്ര ഉണ്ട്? 1, 2. The probability of not getting the letter A. നല്ല രസമുള്ള ക്വസ്റ്റ്യൻ. A എന്ന് പറഞ്ഞത് 2 ആണ്. അപ്പൊ A കിട്ടാതിരിക്കാനുള്ള സാധ്യത എത്രയാണ്? 11 എണ്ണത്തിൽ 2 എണ്ണം A കിട്ടാനുള്ളതാണെങ്കിൽ ബാക്കി 9 എണ്ണം A കിട്ടാതിരിക്കാനുള്ളതാണ്. സോ 9/11 ദാറ്റ് ഈസ് കറക്റ്റ് ആണ്. അപ്പോൾ 3ഉം കറക്റ്റ് ആണ്. The probability of not getting the letter C കിട്ടാനുള്ള സാധ്യത 1, അപ്പൊ കിട്ടാതിരിക്കാനുള്ളത് 10. അപ്പൊ ഇത് തെറ്റാണ്. അപ്പൊ ആകെ ശരിയുള്ളത് 1ഉം 3ഉം. ഇതിന് സിമ്പിൾ ലോജിക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻസർ ചെയ്യാമായിരുന്നു. പക്ഷെ പല കുട്ടികളും ഇത് കോംപ്ലിക്കേറ്റഡ് ആയി ചിന്തിച്ചുകൊണ്ട് ആൻസർ
തെറ്റിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് രാവിലെ കൂടി ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നും നമ്മൾ പറഞ്ഞൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. മക്കളെ ശ്രദ്ധിച്ചോളൂ. ഇത് നിങ്ങൾ അല്ലാതെയും പഠിച്ചിട്ടുണ്ടാവും. ചിത്രത്തിൽ O എന്ന് പറയുന്നത് സർക്കിളിന്റെ സെന്റർ ആണ്. ABC ആർ ദി പോയിന്റ്സ് ഓൺ ദി സർക്കിൾ. ABC പോയിന്റ് സർക്കിളാണ്. ആംഗിൾ AOB 40 ആണ്. ആംഗിൾ ACB 20 ആണെന്നാണ് പറഞ്ഞത്. അതായത് ഇതൊരു സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ ആണ്. ഈ രണ്ട് പോയിന്റിൽ നിന്ന് തുടങ്ങുന്ന ആംഗിൾ ആണ് ഇത്. സോ സെൻട്രൽ ആംഗിളിന്റെ നേരെ പകുതി ആയിരിക്കും. ഇത് യാതൊരു സംശയം വേണ്ട, കറക്റ്റ് ആണ്. രണ്ടാമത്തെ കാര്യം എന്താ? ഇഫ് ഓൾ വെർട്ടിസസ് ഓഫ് എ ക്വാഡ്രിലേറ്റർ ആർ ഓൺ എ സർക്കിൾ then the sum of the opposite angle is 180 degree. അതായത് ഒരു ക്വാഡ്രിലേറ്ററിനകത്തുള്ള എല്ലാ പോയിന്റുകളും സർക്കിളിലാണെങ്കിൽ ഇഫ് ഓൾ പോയിന്റ്സ് ആർ ഓൺ ദി സർക്കിൾ 4 പോയിന്റ്, അതിന്റെ ഓപ്പോസിറ്റ് ആംഗിളിന്റെ സം എത്രയ്ക്ക് 180. അത് രണ്ടും ശരിയാണ്. പക്ഷെ രണ്ടാമത്തത് ഒന്നാമത്തെ റീസൺ അല്ല. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് റീസൺ ഫോർ സ്റ്റേറ്റ്മെന്റ് 1. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് റീസൺ അല്ല, പക്ഷെ രണ്ടും ശരിയാണ്. സോ അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കുന്നു. റീഡ് ദ സ്റ്റേറ്റ്മെന്റ്. സം ഓഫ് ദി 5th ടേം ആൻഡ് 7th ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 70. ഇതും നമ്മൾ ഇന്ന് പറഞ്ഞതാണ്. 5th ടേമും 7th ടേമും തമ്മിൽ കൂട്ടിയാൽ 90 കിട്ടും. അപ്പോൾ അതിന്റെ നടുവുള്ള ടേം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? അതിന്റെ നേരെ പകുതി എടുത്താൽ മതി അല്ലേ? അത് 2 ടൈംസ് 5 കൂട്ടിയാൽ 12. അപ്പോൾ 2 തവണ 6 കൂട്ടിയാൽ എന്ത് കിട്ടും? 90 കിട്ടും. സോ x 6 ആണ്. 90ന്റെ പകുതി 45 ആണ്. അതിവിടെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. സോ സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? ശരിയാണ്. In an arithmetic sequence, the sum of 2 terms at the same distance behind and ahead of a term is twice this term. എന്താ പറഞ്ഞത്? ഒരു സമാന്തര ശ്രേണിയിൽ സം ഓഫ് 2 terms at the same distance, ഒരേ ഡിസ്റ്റൻസിലുള്ള 2 ടേമിന്റെ സം എന്ന് പറയുന്നത്, അതേപോലെ ബിഹൈൻഡ് ഉള്ളതിന്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? ട്വൈസ് ദിസ് ടേം ആയിരിക്കും. ടേമിന്റെ ഡബിൾ ആയിരിക്കും. കറക്റ്റ് ആണ്. രണ്ടും ശരിയാണ്. ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് 1. രണ്ടും ശരിയാണ്. രണ്ടാമത്തേത് തന്നെയാണ് ഒന്നാമത്തെ കാരണമായിട്ട് വരുന്നത്. അങ്ങനെ നമ്മൾ സെക്ഷൻ ബിയിലേക്ക് കടക്കുകയാണ്. സെക്ഷൻ ബിയിൽ 9ാമത്തെ ചോദ്യം നോക്കിയാൽ മക്കളെ. 5th ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 40. 9th ടേം 22. 5ഉം 4ഉം 9 ആണ്. എങ്കിൽ ഇതിന്റെ ഒന്നാമത്തെ പദം എത്ര? എന്തായാലും നിങ്ങളോട് വരുമെന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. 5ാമത്തെ പദം എന്ന് പറയുന്നത് 40 ആണ്. 9ാമത്തെ പദം എന്ന് പറയുന്നത് 22 ആണ്. എങ്കിൽ ഒന്നാമത്തെ പദം എത്ര? ഈസി അല്ലേ? നോക്കി, 5ഉം 4ഉം 9. അപ്പം 5 4 കുറച്ചാൽ 1. അപ്പം 40 22 ആവുന്നു. കുറയുകയാണ് ചെയ്യുന്നത്. എത്ര കുറയുന്നു? 18 കുറയുന്നു. ഇങ്ങോട്ട് കുറയുകയാണെങ്കിൽ ഇങ്ങോട്ട് കൂടും. അപ്പം 40നോട് 18 കൂട്ടിയാൽ 58 ആയിരിക്കും വരുന്നത്. x1 ഈക്വൽ ടു 58. അത് 18 ഇങ്ങനെ കുറഞ്ഞു വരിക ചെയ്യാം. സോ അടുത്തത് റൈറ്റ് ദ 7th ടേം. അപ്പൊ 7th ടേം എന്ന് പറഞ്ഞാൽ ഈ രണ്ടിന്റെ നടുവുള്ള ടേമാ. നേരത്തെ പറഞ്ഞതുപോലെ 5ന്റെയും 9ന്റെയും കറക്റ്റ് നടുവിലാണ് വരുന്നത്. 9ഉം 5ഉം എത്രയാ? 9ഉം 5ഉം 14 ആണ്. അപ്പൊ 40 + 22 എത്രയാ? 66. സോ 7th ടേം അല്ലെ 2 തവണ 7th ടേം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു x5 + x9 14. 40 + 22 62. അപ്പോൾ x7 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 62ന്റെ പകുതി. സോ x7 ഈസ് ഈക്വൽ ടു 62ന്റെ പകുതി 31 എന്ന് കിട്ടും. 31. അതായത് ഇതിന്റെ രണ്ടിനെയും നടുവിൽ കറക്റ്റ് നടുവിലായിട്ട് വരും 31. ഈ ചോദ്യം അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞത് എന്താണ്? ദ ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 15. 9b. ഇവിടെ മാക്സിമം നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കട്ടെ. ആൻസർക്ക് എല്ലാവർക്കും ഉപകാരമാവട്ടെ. പല ആൾക്കാരും ഇങ്ങനെ നോക്കുന്നുണ്ടാവും. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. 9ാമത്തെ ക്വസ്റ്റ്യനിൽ ബി ക്വസ്റ്റ്യൻ. എന്താ ക്വസ്റ്റ്യൻ? ദ ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 15. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ പദം എന്ന് പറയുന്നത് 15 ആണ്. പിന്നെന്ത് പറഞ്ഞിട്ടുണ്ട്? സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 135. ആദ്യത്തെ 5 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 135 ആണ്. അപ്പം 5 പദങ്ങളുടെ തുക എന്നാൽ എന്തായാലും അതിൽ x4 ചോദിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. നമുക്ക് നോക്കാം ചോദിച്ചിട്ടുണ്ടോന്ന്. തേർഡ് ടേം x4 അല്ല x3. 5 പദങ്ങളുടെ തുക എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഒരു മിഡിൽ ടേം ഉണ്ടാവും. മിഡിൽ ടേം എത്ര? ദാറ്റ് ഈസ് തുക ബൈ എണ്ണം. സം ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ്. സോ എത്ര കിട്ടും? 13ൽ 2 35ൽ 7 27 എന്ന് കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ ഫസ്റ്റ് 5 ടേംസ്? അപ്പോൾ വളരെ ഈസി ആയിട്ട് കിട്ടി. ഇതിന്റെ 1ാം പദം 15 ആണ്. 3ാം പദം 27 ആണ്. അപ്പോൾ ഇതിന്റെ നടുവത്തെ പദം എങ്ങനെ കിട്ടുക? 15ഉം 27 എത്രയാണ്? ഇതിന്റെ നടുവിൽ 15ൽ 27 ആവാൻ എത്ര കൂടുന്നു? 12 കൂടുന്നു. സോ 6 കൂട്ടിയാൽ മതി. സോ 6 21 27 33 39. നമുക്ക് 5 ടേം കിട്ടും. ഇതാണ് 9ാമത്തെ ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും.
അടുത്തൊരു ക്വസ്റ്റ്യൻ ഇന്ന് രാവിലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഈ രീതിയിൽ സർക്കിൾ വന്നാൽ നമ്മൾ എങ്ങനെയാണ് ആൻസർ ചെയ്യാന്നുള്ളത്. മക്കളെ ശ്രദ്ധിച്ചോളൂ, സിമ്പിൾ ആണ്. ഇൻ ദ പിക്ചർ ദർ ഇസ് എ ലാർജ് സർക്കിൾ ആൻഡ് 2 സെമി സർക്കിൾസ് ഓഫ് ഈക്വൽ സൈസസ് ഇൻസൈഡ് ഇറ്റ്. ഈ കാണുന്ന ചിത്രത്തിൽ ഒരു ലാർജ് സർക്കിളും ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കുഞ്ഞു സെമി സർക്കിളുകളുണ്ട്. O is the center of this large circle. O എന്നാണ് സർക്കിളിന്റെ സെന്റർ ആണ് ലാർജ് സർക്കിളിന്റെ. If a dot is put in the picture without looking, what is the probability that the dot is in the shaded region? Dot ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വീഴാനുള്ള സാധ്യത എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ ഏരിയ ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. അതെങ്ങനെ കണ്ടുപിടിക്കും? അതൊരു ട്വിസ്റ്റുള്ള ക്വസ്റ്റ്യനാണ്. അപ്പൊ ഈ കാണുന്ന ഭാഗത്താണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമുക്ക് ഇതിന് എന്ത് ചെയ്യാം? ഏരിയ ഓഫ് അൺഷെയ്ഡഡ് പാർട്ട് കാണെങ്കിൽ ഒരു പണിയില്ല, ഈ കാണുന്ന ഭാഗം ചെയ്താൽ മതി. സോ നമുക്ക് ആദ്യം ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കാം. ഇതിന്റെ റേഡിയസ് എന്താണെന്ന് എടുക്കുന്നു? ഈ കാണുന്ന ഭാഗത്തിന്റെ ഈ കാണുന്ന ചെറിയ സർക്കിളിന്റെ ഏരിയ. ഞാനിതൊന്ന് ക്രോപ്പ് ചെയ്യാം കേട്ടോ. മക്കൾക്ക് നിങ്ങൾക്ക് ലാഗായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് അടിച്ചാൽ മതിയേ. സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, നമ്മോട് ചോദിച്ചത് എന്താണെന്നറിയോ? അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം, 10ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. ഈ കാണുന്ന ഭാഗത്ത് ഷെയ്ഡ് ചെയ്ത ഭാഗത്തുകൾ, അപ്പൊ ഇതിനെ റേഡിയസ് തന്നെ എടുത്തു, ഇതിനെ റേഡിയസ് തന്നെ എടുത്തു. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ എങ്ങനെ ചെയ്യാം നോക്കോ. ഏരിയ ഓഫ് അൺഷെയ്ഡഡ് പാർട്ട്, ഏരിയ ഓഫ് അൺഷെയ്ഡഡ് പാർട്ട്, ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്തിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം ശ്രദ്ധിച്ചോളൂ. ദാറ്റ് ഈസ് ഈക്വൽ എത്രയാണ്? ഇത് റേഡിയസ് ആണ്, ഇത് രണ്ടും കൂടി കൂട്ടിയ ഒരു സർക്കിൾ കിട്ടും. ദാറ്റ് ഈസ് പൈ ആർ സ്ക്വയർ ആണ്, പൈ ആർ സ്ക്വയർ. ഇതാണ് ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം. അപ്പൊ ഷെയ്ഡ് ചെയ്ത ഭാഗം എന്തായിരിക്കും? ഏരിയ ഓഫ് ഷെയ്ഡ് ചെയ്ത ഭാഗം, ഷെയ്ഡഡ് പാർട്ട്. ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് ഇട്ടാൽ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ഏരിയയിൽ നിന്നും ഇത്രയും ടോട്ടൽ ഭാഗത്ത് നിന്ന് ഇത്രയും ഭാഗം ഒഴിവാക്കിയാൽ മതി. സോ ടോട്ടൽ ഭാഗം കാണാൻ ഇതിന്റെ റേഡിയസ് 2r ആണ്. 2r, വലിയ സർക്കിളിന്റെ റേഡിയസ് 2r. സോ പൈ ഇൻറ്റു 2r സ്ക്വയർ. ഇതാണ് ടോട്ടൽ ഏരിയ. അപ്പം ഞാൻ ഈ പൈ ഇൻറ്റു 2r ചെയ്താൽ ഇത്രയും ഭാഗത്തിൻ്റെ ഏരിയ കിട്ടും. അതിന് ഈ കഷ്ണം ഒഴിവാക്കിയാൽ എന്ത് ചെയ്യും? ഷെയ്ഡ് ചെയ്ത ഭാഗമായി മൈനസ് പൈ ആർ സ്ക്വയർ. അപ്പം ഇതിന് ആൻസർ എന്ത് കിട്ടും? പൈ ഇൻറ്റു 2ന്റെ സ്ക്വയർ 4r സ്ക്വയർ, 4r സ്ക്വയർ മൈനസ് പൈ ആർ സ്ക്വയർ. 4 പൈ ആർ സ്ക്വയറിൽ നിന്നും ഒരു പൈ ആർ സ്ക്വയർ വരച്ചാൽ എത്ര കിട്ടും? 3 പൈ ആർ സ്ക്വയർ കിട്ടും. ഇത് ചില കുട്ടികൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാത്തത് കൊണ്ട് ആൻസർ ചെയ്തിട്ടുണ്ടാവും. ചില കുട്ടികൾ ഇതിന്റെ ആൻസർ യെസ് ഈസി പി സി എന്ന് പറഞ്ഞിട്ട് പൈ ആർ സ്ക്വയർ ഡിവൈഡ് ബൈ 4 പൈ ആർ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 എന്ന് എഴുതിയിട്ടുണ്ടാവും. പക്ഷേ അത് മിസ്റ്റേക്ക് ആണെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ അല്ല അത്. കാരണം ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തുള്ളതാണ് ചോദ്യം. സംഭവം സിമ്പിൾ ആണ്, സെയിം കോൺസെപ്റ്റ് തന്നെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പ്രോബബിലിറ്റി കാണാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ഷെയ്ഡഡ് പാർട്ട്, ഷെയ്ഡ് ചെയ്ത ഭാഗം 3 പൈ ആർ സ്ക്വയർ, 3 പൈ ആർ സ്ക്വയർ ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ. ടോട്ടൽ ഏരിയ എത്രയാണ്? 4 പൈ ആർ സ്ക്വയർ ആണ്. ടോട്ടൽ ഏരിയ 4 പൈ ആർ സ്ക്വയർ, 4 പൈ ആർ സ്ക്വയർ. സോ പൈ ആർ സ്ക്വയറും പൈ ആർ സ്ക്വയറും വെട്ടി എന്ത് കിട്ടും? 3/4 എന്ന് കിട്ടും. നല്ലൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് കോൺസെപ്റ്റ് വൃത്തിയിൽ അറിയുന്ന കുട്ടിക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ കണ്ടെത്താൻ പറ്റും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദി അരിത്മെറ്റിക് സീക്വൻസ് 3, 7, 11 എക്സെട്ര. ചെക്ക് വെദർ 2.26 ഈസ് എ ടേം ഓഫ് ദി സീക്വൻസ്. ഒരു പണിയില്ല. 2026 എന്ന് പറഞ്ഞ ടേം ആണോ നോക്കാൻ. 2026 ആദ്യ പദം കുറയ്ക്കുക. അപ്പോൾ 2023 കിട്ടും. 2023 കൃത്യമായിട്ട് അതിൻ്റെ ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ മതി. ഇത് നമുക്ക് കൃത്യമായിട്ട് അറിയാം വിച്ച് ഈസ് നോട്ട് പോസിബിൾ. കാരണം ഒരു ഓഡ് നമ്പറിനെ ഈവൻ നമ്പറോ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് ഇത് നിങ്ങൾ ഡിവൈഡ് ചെയ്യുന്നു വേണ്ട. ഈ 2023 നിങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് ഫസ്റ്റ് തന്നെ കോമൺ സെൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റും. അതായത് വാട്ട് ഈസ് എ പൊസിഷൻ ഓഫ് 211 ഇൻ ദ സീക്വൻസ്. ഈ കാണുന്ന സീക്വൻസിൽ 211ന്റെ പൊസിഷൻ എന്ത്, അഥവാ സ്ഥാനം എന്ത്. അപ്പം ലാസ്റ്റ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം അങ്ങ് കുറയ്ക്കുക. എന്നിട്ട് അതിനെ ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ടൊരു +1 ഇട്ടാൽ മതി. 211 നിന്ന് 3 കുറച്ചാൽ എത്രയാ? ദാറ്റ് ഈസ് 208 ആണ്. നമുക്ക് വേണമെങ്കിൽ ഈ കാണുന്ന ആൻസറിന് അങ്ങോട്ട് കൊണ്ടുപോകാം. പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ, 11, ക്വസ്റ്റ്യൻ നമ്പർ 11. നോട്ട് പോസിബിൾ. രണ്ടാമത്തത് 211. 211 നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യത്തെ പദം കുറയ്ക്കുന്നു, എന്നിട്ട് കോമൺ ഡിഫറൻസ് കൊണ്ട് ചെയ്യുന്നു +1. അപ്പോൾ 208
ബൈ 4 പ്ലസ് 1. 208 എത്ര 4 ഉണ്ടടാ? 20 5 അല്ലേ? 20 5 50 52 അല്ലേ? 52 പ്ലസ് 1 സമം 53ാമത്തെ പദമായിരിക്കും. 53rd ടേം. അങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിന്റെ ആൻസർ കണ്ടെത്താം. ആൻഡ് അടുത്തൊരു ചോദ്യം ഉണ്ടോ? ഇല്ല, അത്രേ ഉള്ളൂ. ഇനി അടുത്ത 12ാമത്തെ ചോദ്യമാണ്. നല്ല രസമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു പാത്രത്തിൽ 12 ബ്ലാക്ക് ഉണ്ട്, സം വൈറ്റ് ഉണ്ട്. ഇങ്ങനെ വന്നാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നേരെ എങ്ങനെ ആൻസർ ചെയ്യാം. 12 ബ്ലാക്ക് കുറച്ച് വൈറ്റ്. 1 bead is taken from the bag without looking what the probability of getting white is 3/5. വൈറ്റ് കിട്ടാനുള്ള പ്രോബിലിറ്റി 3/5 ആണ്. സോ 12ാമത്തെ ക്വസ്റ്റ്യൻ അവിടെ ചെയ്യുന്നു കേട്ടോ. വൈറ്റ് കിട്ടാനുള്ളത് 3/5. നമുക്ക് വൈറ്റ് എത്ര തന്നിട്ടുണ്ട് കൃത്യമായിട്ട്? വൈറ്റ് 12 തന്നിട്ടുണ്ട്. വൈറ്റ് കൃത്യമായിട്ട് എത്ര തന്നിട്ടുണ്ട്? ദാറ്റ് ഈസ് ഈക്വൽ ടു 12 തന്നിട്ട്, സോറി, വൈറ്റ് കിട്ടാനുള്ളത് 3/5. 12 ബ്ലാക്കാണ് പറഞ്ഞത്, ബ്ലാക്കും വൈറ്റും. വാട്ട്സ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബീഡ്? ബ്ലാക്ക് കിട്ടാനുള്ള സാധ്യത എത്ര? അപ്പോൾ ബ്ലാക്ക് കിട്ടാൻ ഒരു പണിയുമില്ല. ബ്ലാക്ക് കിട്ടാനുള്ള സാധ്യത എത്രയാണ്? വൈറ്റ് കിട്ടാനുള്ളത് 3/5. അപ്പോൾ ബാക്കി എന്തായിരിക്കും? 1 - 3/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 2/5 ആണ് ബ്ലാക്ക് കിട്ടാനുള്ളത്. വളരെ ഈസി ആയിട്ട് കിട്ടും. അടുത്ത എന്താ ചോദിച്ചത്? ഹൗ മെനി ബീഡ്സ് ആർ ദർ ഇൻ ദ ബാഗ്? ബാഗിൽ എത്ര ബീഡ്സ് ഉണ്ട്? അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം ഇവിടെ 12 എണ്ണം ഉണ്ട് അല്ലേ? ബ്ലാക്ക് എത്ര ഉണ്ട്? 12 എണ്ണം ഉണ്ട്. ബ്ലാക്ക് 12 എണ്ണം. അപ്പോൾ ഇതിനെ 12 ആക്കണം, ഇൻറ്റു 6 കൊണ്ട് ചെയ്യണം. സോ 2 × 6 12 /5 × 6. അപ്പോൾ 12/30 എന്ന് കിട്ടും. 12/30 എന്ന് പറഞ്ഞാൽ എത്രയാടാ? ദാറ്റ് ഈസ് ഈക്വൽ ടു 30 പന്തുകളുണ്ട്. ദർ ആർ 30 പന്തുകൾ, ബീഡ്സ് 30. ആൻഡ് ഇതിനൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അപ്പോൾ ഹൗ മെനി മോർ ബ്ലാക്ക് ബീഡ്സ് ടു ബി ആഡഡ് ടു ദി ബാഗ് സോ ദാറ്റ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് ബീഡ് ബിക്കം 1/2? എന്താ പറഞ്ഞത്? എത്ര ബ്ലാക്ക് കൂടി ഇട്ടാലാണ് വൈറ്റിന്റെ പ്രോബിലിറ്റി 1/2 ആണെന്നാ ചോദിച്ചത്. അപ്പോൾ ഈ കാണുന്ന ഇതിൽ എത്ര ബ്ലാക്ക് ഉണ്ട്? 12 ഉണ്ട്. ഇതിൽ എത്ര വൈറ്റ് ഉണ്ട്? 18 ഉണ്ട്. അപ്പം നമുക്ക് ഈ കാണുന്നത് 1/2 ആണ്. 18 ഉള്ളത് നമുക്ക് ഉറപ്പായിട്ടും അറിയാം. ഇത് 1/2 ആവണമെങ്കിൽ ഇപ്പം നിലവിൽ ഇതിന്റെ പ്രോബിലിറ്റി എത്രയാ? 18/30 അല്ലേ? അപ്പം ഇത് 1/2 ആവണമെങ്കിൽ വൈറ്റ് നമ്മൾ അനക്കുന്നില്ല. നമ്മളോട് ബ്ലാക്ക് എത്തുന്നിടണമെന്ന് ചോദിച്ചത്. അപ്പം ഇവിടെ ടോട്ടൽ 36 വന്നാൽ ഇതെന്തായി? 1/2 ആയി. കാരണം വൈറ്റ് നമ്മൾ ഇടുന്നില്ല. നമ്മളോട് ബ്ലാക്ക് എത്തുന്നിടണമെന്ന് ചോദിച്ചത്. അപ്പോൾ ബ്ലാക്ക് ഒരു 6 ഇട്ടാൽ ഇതെന്തായിട്ട് മാറും? 36 ആയിട്ട് മാറും. സോ 12 + 6 ദാറ്റ് ഈസ് ഈക്വൽ ടു, ബ്ലാക്ക് ഒരു 6 എണ്ണം കൂടി ഇട്ടാൽ ഇതെന്താവും? 18/36 ആവും. കാരണം വൈറ്റിന് നമ്മൾ അനക്കുന്നില്ല. അതാണ് അതിൻ്റെ സിമ്പിൾ ലോജിക് കേട്ടോ. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ആൻഡ് അടുത്തൊരു ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിക്കാം. ദ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. ഞാൻ ഓരോന്ന് ഇവിടെ ചെയ്ത് കാണിച്ചു തരാം. 13A. The sum of first 5 terms of an arithmetic sequence is 110. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക 110. ഈ ടോപ്പിക്കിൽ നിന്ന് എന്തായാലും ചോദ്യം വരുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഡ് നമ്പർ ഈവൻ നമ്പർ ആയിട്ട് വരാം. ആ ഓഡ് നമ്പർ ആയിട്ട് തന്നെ വന്നു. സം ഓഫ് ഫസ്റ്റ് 9 ടേംസ് ഈസ് 270. ആദ്യത്തെ 9 പദങ്ങളുടെ തുക 270 ആണ്. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 5 പദങ്ങൾ തന്നാൽ ഉറപ്പിച്ചോ അവിടുത്തെ ചോദ്യം എന്തായിരിക്കും? 3-ാം പദം എത്ര? ആദ്യത്തെ 9 പദങ്ങൾ തന്നാൽ ഉറപ്പിച്ചോ അവിടുത്തെ ചോദ്യം എന്തായിരിക്കും? 5-ാം പദം എത്ര? മിഡിൽ ടേം ആണ് ചോദിക്കുക. ചോദിച്ചിട്ടുണ്ടോ നോക്കാം. അല്ലെങ്കിൽ ആ രീതിയിൽ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തായാലും ആൻസർ കണ്ടെത്തേണ്ടതുണ്ട്. യെസ്, ചോദിച്ചു. 3rd ടേം എത്ര? 5th ടേം എത്ര? എന്തായാലും അങ്ങനെ തന്നെയാണ് അതിൻ്റെ രീതി. സോ നമുക്ക് അതിൽ ഈസി ആയിട്ട് എന്ത് കിട്ടും? 3rd ടേം എന്ന് പറഞ്ഞാൽ തുക ബൈ എണ്ണം 110 ഡിവൈഡഡ് ബൈ 5. 110 എത്ര? 5 ഉണ്ട്. 10 2 എണ്ണം. 110 2 എണ്ണം 22 അല്ലേ? 22. ആൻഡ് 5 പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ 270 ഡിവൈഡഡ് ബൈ 9. അത് 30 എന്ന് കിട്ടും. 30. അടുത്ത ചോദ്യം എന്താ? ഇതിന്റെ ആദ്യത്തെ 18 എത്ര പദങ്ങളുടെ തുക? 13 പദങ്ങളുടെ തുക. അപ്പോൾ ആദ്യത്തെ 13 പദങ്ങളുടെ തുക എന്ത് ചെയ്താൽ മതി? n/2 അല്ലെ മിഡിൽ ടേം ഇൻറ്റു 13 ആണെങ്കിൽ ഇതിന്റെ മിഡിൽ ടേം എത്രയാണ്? 13 കൊണ്ട് 14 7. 7ാമത്തെ പദമായിരിക്കും. അപ്പോൾ 3ാമത്തെ പദം ഇത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിഡിൽ ടേം ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ചെയ്താൽ മതി. കാരണം ഇവിടെ 3ാമത്തെ അറിയാം, 5ാമത്തെ അറിയാം. അപ്പോൾ ഇന്ന് മിഡിൽ ടേം എങ്ങനെ കണ്ടുപിടിക്കാം? 7ാം പദം കണ്ടുപിടിച്ചാൽ മതി. 22 30 ആവുന്നു, 30 38 ആവുന്നു. സോ 7ാമത്തെ പദം 38 × 13. നിങ്ങൾ ചെയ്തു നോക്കാം കേട്ടോ. 38 × 13 380 3 38 × 13 ദാറ്റ് ഈസ് 494. 494. അപ്പം അതിൻ്റെ ബി ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബി ക്വസ്റ്റ്യൻ എന്താ വരുന്നത് നോക്കാം.
13 ബി. മക്കളെ ശ്രദ്ധിച്ചോളൂ. 13 ബി ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ആൻ അരിത്മെറ്റിക് സീക്വൻസ് ദ സം ഓഫ് ദി ടേംസ് ഫ്രം 4 to 6th ടേം ഈസ് 75. നാലാമത്തെ ടേം മുതൽ 7th ടേം വരെ, 4th ടേം മുതൽ 7th ടേം വരെ, 4th ടേം മുതൽ 7th ടേം വരെ 75 ആണ്. ആൻഡ് അടുത്തൊരു കാര്യം എന്താണ്? സം ഓഫ് ദി ടേംസ് ഫ്രം 14 to 18th, 14 to 18th, 14, 15, 16, 17, 18. 14 to 18th ഈസ് 350. ഇത്രയും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് ചോദിച്ച ചോദ്യം എന്താണ്? ആദ്യ ചോദ്യം ഇതിൻ്റെ 5th ടേം എന്ത് എന്നാണ് ചോദ്യം. 4 മുതൽ 6 വരെ, 4, 5, 6, 4 മുതൽ 6 വരെ ഉള്ളൂ അല്ലേ? 4, 5, 6, 7 ഇല്ല. അപ്പോൾ ഇത് 5th ടേം ഇട്ടാൽ ഒരു പണിയില്ല, മിഡിൽ ടേം ആണ്. ദാറ്റ് ഈസ് തുക ബൈ എണ്ണം. ദാറ്റ് ഈസ് x5 ഈസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ്. ദാറ്റ് ഈസ് 25. അടുത്ത ചോദ്യം മിക്കവാറും x16 ആയിരിക്കും. നോക്കാം നമുക്ക്. ഇതിൻ്റെ 16th ടേം എന്ത്? സോ x16 എന്ന് പറഞ്ഞാൽ എന്താ? അതും മിഡിൽ ടേം ആണ്. മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ എന്താ? 350 സം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ്. 1, 2, 3, 4, 5. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 70 എന്ന് കിട്ടും. 350 എത്ര? 5 ഡൈവ് അല്ലേ? 5, 35. യെസ്, കറക്റ്റ് ആണ്. അടുത്ത ചോദ്യം ഉണ്ട്, വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദി സീക്വൻസ്? ഇതിൻ്റെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ. മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 20 ടേംസിന്റെ സമ്മാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് n/2 ഇൻറ്റു x1 പ്ലസ് x20 എന്ന് പറയുന്നത് അല്ലേ? എന്നാൽ ഈ ക്വസ്റ്റ്യൻ എവിടെ x1 x20 തന്നിട്ടില്ല. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് അറിയാം x5 x16 അറിയാം. x1 പ്ലസ് x20 എന്ന് പറയുന്നതും x5 പ്ലസ് x16 എന്ന് പറഞ്ഞത് എന്താണ്? സെയിം ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 20/2 എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു x5 പ്ലസ് x16. ദാറ്റ് ഈസ് 10 ഇൻറ്റു x5 എന്ന് പറഞ്ഞാൽ 25 പ്ലസ് 70. ദാറ്റ് ഈസ് 125. 10 ഇൻറ്റു 125 പറഞ്ഞാൽ 1250 ആണ് ഇതിൻ്റെ ആൻസർ. നല്ല രസമുള്ള ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ് കണ്ടത്. സോ നമ്മൾ നേരെ എന്തിലേക്ക് കിടക്കുന്നു? 14th ക്വസ്റ്റ്യനിലേക്ക് കിടക്കുന്നു. 14th ക്വസ്റ്റ്യൻ ഞാൻ ഓരോന്നിനും നമ്പർ ഇടാം കേട്ടോ. നിങ്ങൾക്ക് സ്ലൈഡ് വേണമെങ്കിൽ അതുകൊണ്ട് കേട്ടോ. 14. ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെ ചെയ്യാം മക്കളെ ശ്രദ്ധിച്ചോ. ഒരു പാത്രത്തിൽ 1 മുതൽ 5 വരെയുള്ള നമ്പറും മറ്റൊരു പാത്രത്തിൽ 3 നമ്പറും ഉണ്ട്. 1 മുതൽ 5 വരെ, 1, 2, 3, 4, 5. മറ്റൊരു പാത്രത്തിൽ ഏതാണല്ലേ? 2, 3, 5. 2, 3, 5. ഇത്രയും കാര്യങ്ങൾ ഒരു പാത്രത്തിൽ തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ പറഞ്ഞതെന്നറിയോ? 1 slip is taken from the box. How many different ways can we take the slip? ഒരു പണിയില്ല. ഇതിന്റെ ആദ്യത്തെ ആൻസർ എത്രയാ? ഇവിടെ 5, ഇവിടെ 3. സോ ഓപ്ഷൻ എ 5 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 15. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ദ സം ഓഫ് ദി നമ്പർ ബീങ് പ്രൈം? സം പ്രൈം ആവുക, കൂട്ടിയാൽ പ്രൈം നമ്പർ കിട്ടണം. അപ്പോൾ 1, 2 കൂട്ടിയാൽ പ്രൈം നമ്പർ ആണ്. 1, 3 കൂട്ടിയിട്ട് കാര്യമല്ല. 1, 5 കൂട്ടിയിട്ട് കാര്യമല്ല. 2, 2 കൂട്ടിയിട്ട് കാര്യമല്ല. 2, 3 കൂട്ടിയാൽ പ്രൈം ആണ്. അപ്പോൾ 1, 2, 2, 3, 2, 5. അപ്പോൾ 3 എണ്ണേ, 2, 5 7 ആണ്. അടുത്തത് 3, 2, 4 എണ്ണം. 3, 3 പറ്റൂല. 3, 5 പറ്റൂല. 4, 2 പറ്റൂല. 4, 3 പറ്റും. 5 എണ്ണം. പിന്നെ 5, 2, 6 എണ്ണം. 5, 3 പറ്റൂല. 5, 5 പറ്റൂല. അപ്പോൾ 6 എണ്ണം ഉണ്ട്. ഇനി അപ്പോൾ ഇതെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നോക്കാം. 6 ടോട്ടൽ എത്രയാണ്? ടോട്ടൽ 30. 6/15. 6/15. 6/15. അടുത്തത് വാട്ട് ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ദി നമ്പർ ബീങ് എ മൾട്ടിപ്പിൾ ഓഫ് 5? പ്രൊഡക്റ്റ് 5ന്റെ മൾട്ടിപ്പിൾ ആവാം. പ്രൊഡക്റ്റ് 5ന്റെ മൾട്ടിപ്പിൾ ആവാന്ന് പറഞ്ഞാൽ 1, 5. ഓക്കെ, 2, 5, 3, 5, 4, 5, 5, 5. കാരണം ഇവിടെ 5ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഇവിടെ 5 വരണം അല്ലേ? ഈ കാണുന്ന എല്ലാം എന്താണ്? 5ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇവിടെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ 1, 5, 2, 5, 3, 5, 4, 5, 5, 5. ഇതൊക്കെ എന്താണ്? 5ന്റെ മൾട്ടിപ്പിളാണ്. ഇപ്പോൾ എത്ര എണ്ണം കിട്ടി? 5 എണ്ണം. ഇത് നോക്കിയേ, ഇതും 5ന്റെ മൾട്ടിപ്പിൾ അല്ലേ? 6, 7, 8. ഇതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞത് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത്. അങ്ങനെ മൊത്തം 8 എണ്ണം ഉണ്ടാവും. 1 × 5 5, 2 × 5 10, 3 × 5 15, 4 × 5 20, 5 × 5 25. ഇങ്ങനെ 5 എണ്ണം നമുക്ക് 5ന്റെ മൾട്ടിപ്പിളാണ്. അടുത്തത് നിങ്ങൾ നോക്കി, 5 × 2 10, 5 × 3 15, 5 × 5 25. അങ്ങനെ 8 എണ്ണം ഉണ്ടാവും.
സോ 8 ഇത് കുറച്ചൊരു ടഫായിട്ട് ചില ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ടാവും. 8/15 സംഭവം സിമ്പിളാണ്. സോ ഇതല്ലെങ്കിൽ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഇതെല്ലാ കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സെയിം ക്വസ്റ്റ്യൻ നമ്പർ പോലും മാറാതെ നിങ്ങളുടെ ചോദ്യത്തിൽ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ വന്നു അല്ലേ. സോ മക്കളെ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെ? ബി ക്വസ്റ്റ്യൻ 14B. ക്വസ്റ്റ്യൻ എന്താ? 25 ബോയ്സും 20 ഗേൾസും. 25 ബോയ്സും 20 ഗേൾസും. 25 ബോയ്സ് 20 ഗേൾസ്. അടുത്ത എന്താണ്? ക്ലാസ് 10Bയിൽ 30 ബോയ്സ് 20 ഗേൾസ്. 30 ബോയ്സ് 20 ഗേൾസ്. 30 ബോയ്സ് 20 ഗേൾസ്. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടും? 45, ഇത് 50. അപ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞു 6 ചോദ്യത്തിൽ ഏതെങ്കിലും 4 എണ്ണമായിരിക്കും ചോദിക്കാം. ഹൗ മെനി ഡിഫറെൻറ്റ് പോസിബിൾ പേഴ്സ് ആർ ദർ? ടോട്ടൽ പോസിബിൾ പേറുകൾ 50. 450 × 5 എത്രയാടാ? 2000. 2250 അല്ലേ? 2250. 2250. 45 × 50 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 2250. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ബോത്ത് ബീങ് ഗേൾസ്? 2 ഗേൾസ് ആണുള്ള പ്രോബിലിറ്റി. 2 ഗേൾസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? 20 × 20 ബി 400 ബൈ ടോട്ടൽ 400/2250. അടുത്ത ചോദ്യം എന്താ? വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് 1 ബീങ് ബോയ് ആൻഡ് 1 ബീങ് ഗേൾ? 1 ബോയ് 1 ഗേളും. സോ 1 ബോയ് 25, രണ്ടത് ഗേൾ 20. 1 ഗേൾ 20, രണ്ടത് ബോയ് 30 ബൈ ടോട്ടൽ. അപ്പോൾ ഇത് കിട്ടും 25 × 20 എന്ന് പറഞ്ഞാൽ എത്രയാ? ദാറ്റ് ഈസ് 500. ഇത് 600, 1100. എന്തെങ്കിലും കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക കേട്ടോ. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാട്ട് ഈസ് ഡി? വാട്ട് ഇസ് അറ്റ്ലീസ്റ്റ് 1 ബീങ് ബോയ്? ഒരു ബോയ് എങ്കിലും ആവണം എന്ന് പറഞ്ഞാൽ 2 ഗേൾ ആവാൻ പാടില്ല. ഒരു ബോയ് എങ്കിലും ആവണം എന്ന് പറഞ്ഞാൽ 2 ഗേൾ ആവാൻ പാടില്ല. സോ ടോട്ടലിൽ നിന്നും 2 ഗേൾസിനെ അങ്ങ് കുറയ്ക്കാം. 2 ഗേൾസ് എത്ര ഇടാ? 2 ഗേൾസ് 20 × 20 400 ബൈ ടോട്ടൽ. സോ 2250 1850 ആണ് ഇതിൻ്റെ ആൻസർ. 14. സോ ഞാൻ നേരെ അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കുന്നു. 15ാമത്തെ ക്വസ്റ്റ്യൻ. സം ഓഫ് ഫസ്റ്റ് 21st ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 180. ഒരു സമാന്തര ശ്രേണിയുടെ ഇതൊന്നും കൂടി എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്യാണ്. ഒരു സമാന്തര ശ്രേണിയുടെ 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ആൻഡ് 21st ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 180. ഒരു സമാന്തര ശ്രേണിയുടെ 1ാം പദത്തിൻ്റെയും 21ാം പദത്തിൻ്റെയും തുക 180 ആണ്. 1ാം പദത്തിൻ്റെയും 21ാം പദത്തിൻ്റെയും തുക 180 ആണ്. എന്ത് പറഞ്ഞിട്ടുണ്ട്? വാട്ട് ഈസ് ദ 11th ടേം ഓഫ് ദി സീക്വൻസ്? ഇതിൻ്റെ 11th ടേം എത്രയാണ്? അപ്പോൾ 11th ടേം കാണാൻ ഒരു പണിയുമില്ല. 211 എന്ന് പറയുന്നത് 180 ആണ്. കാരണം 1ഉം 21ഉം 22. സോ 2 × 11 22. സോ 11th ടേം എന്ന് പറഞ്ഞാൽ 180ൻ്റെ പകുതി, ദാറ്റ് ഈസ് 90. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി. വാട്ട് ഈസ് ദ 4th ടേം ഓഫ് ദി സീക്വൻസ് ഈസ് 34. 8th ടേം എത്ര? നമുക്കറിയാം 4th ടേം ചോദിച്ചിട്ടുണ്ടെങ്കിൽ 18th ടേം ആയിരിക്കും. കാരണം 14 + 18 എത്രയാണ്? 22 ആണ്. 14 + 18 22. ഇത് നമുക്കറിയാം ഇത് 180 ആണെന്ന് അറിയാം. കാരണം 1ഉം 21ഉം 22 ആണ്. സോ 4ഉം 18ഉം 22 ആണ്. 180 തന്നെ കിട്ടും. 4th ടേം 34 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ 4th ടേം 34 ആണെങ്കിൽ 18th ടേം എന്തായിരിക്കും? 180 - 34. 180 - 34. ദാറ്റ് ഈസ് 146. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ? കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 28 ടേംസ് ഓഫ് ദി സീക്വൻസ്. 28 ടേംസിന്റെ സം എങ്ങനെ കണ്ടുപിടിക്കാം? മക്കളെ ശ്രദ്ധിച്ചോളൂ. S28 എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് n/2 ഇൻറ്റു x1 + xn. ഇതൊരു ട്വിസ്റ്റ് ആയി ഉണ്ടാവും അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 28/2 പറഞ്ഞാൽ എത്രയാ? 14 ഇൻറ്റു x1 + x2. 1ഉം 28 29. ഇവിടെ എവിടെയെങ്കിലും തന്നിട്ടുണ്ടോ? 29 ഏതെങ്കിലും സം ഉണ്ടോ?
നോക്കിയാൽ മക്കളെ 1 28 29 ഇവിടെ 1 28 ഇല്ല, പക്ഷെ ഇത് രണ്ടും ഉണ്ടല്ലോ, x11 x18 ഉണ്ട്. സോ ദിസ് ഈസ് ഈക്വൽ ടു x11 പ്ലസ് x18, അത് 29 അല്ലേ? നല്ലൊരു ക്വസ്റ്റ്യൻ. സോ ആൻസർ എന്ത് കിട്ടും? 14 ഇൻറ്റു x11 എന്ന് പറഞ്ഞാൽ 90 ആൻഡ് x18 പറഞ്ഞാൽ 146. സോ 14 ഇൻറ്റു 236 ദാറ്റ് ഈസ് ഈക്വൽ ടു 14 ഇൻറ്റു 236 എത്രയാണ്? 14 ഇൻറ്റു 236 ദാറ്റ് ഈസ് 3304. ഈസി പി സി. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ കണ്ടെത്താൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഓൾജിബ്രൈക് ഫോം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 3n+2. ഒരു സമാന്തരശ്രേണിയുടെ ഓൾജിബ്രൈക് ഫോം എന്താണ്? 3n+2 ആണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ, xn ഈക്വൽ ടു 3n+2. എങ്കിൽ നമ്മളോട് ചോദിച്ചത് എന്താണെന്നറിയോ? റൈറ്റ് ദ സീക്വൻസ് ചെയ്താൽ. അപ്പം നമുക്കറിയാം എഫ് എന്ന് പറഞ്ഞാൽ എത്രയാ? 3+2 5. ഡി എന്ന് പറഞ്ഞാൽ എത്രയാ? കോമൺ ഡിഫറൻസ് 3. സോ ഇതിൻ്റെ സീക്വൻസ് എന്തായിരിക്കും? 5 8 11 എക്സെട്ര. നമ്മളോട് ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? അടുത്ത ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താ ചോദിച്ചത്? പ്രൂവ് ദാറ്റ് ദ സീക്വൻസ് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി പെർഫെക്റ്റ് സ്ക്വയർ. ഈ ശ്രേണിയിൽ ഒരു പെർഫെക്റ്റ് സ്ക്വയറും ഇല്ല എന്ന് പ്രൂവ് ചെയ്യണം. മക്കളെ, പെർഫെക്റ്റ് സ്ക്വയർ ഇല്ല പ്രൂവ് ചെയ്യാൻ നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു പെർഫെക്റ്റ് സ്ക്വയർ 1 4 9 16 25 എക്സെട്ര. ഇതിനെ ഓരോന്നിനെയും നിങ്ങൾ 3 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കി. ഇതിനെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 3 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കി. 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടും 0 റിമൈൻഡർ 1. 4 നിങ്ങൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു 3 3 റിമൈൻഡർ 1. 9 നിങ്ങൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 3 9 റിമൈൻഡർ 0. 16 നിങ്ങൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 5 15 റിമൈൻഡർ 1. 25 നിങ്ങൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 8 24 റിമൈൻഡർ 1. അപ്പോൾ ഇവിടെയൊക്കെ റിമൈൻഡർ എന്താണ്? 1 or 0. റിമൈൻഡർ 1 or 0 അല്ലേ? റിമൈൻഡർ എത്രയാണ്? 1 or 0 ആണ്. നോട്ട്, അതായത് ഇവിടെ ഉള്ള റിമൈൻഡർ എത്രയാണ്? 8 ബൈ കോമൺ ഡിഫറൻസ് 3. സോ റിമൈൻഡർ എത്രയാണ്? 2. അപ്പോൾ ഈ ശ്രേണിയിലെ റിമൈൻഡർ എന്ന് പറയുന്നത് ശിഷ്ടം എന്നുള്ളത് 2 ആണ്. എന്നാൽ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയറിന് കിട്ടിയത് 1 or 0 ആണ്. അപ്പോൾ 2 കിട്ടിയിട്ടില്ല. നോട്ട് 2. സോ നോട്ട് എ ടേം. സോ നോട്ട് എ ടേം എന്നെഴുതാം. ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് ഈ രീതിയിൽ എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, ഈ ക്വസ്റ്റ്യൻ എന്തായാലും പറഞ്ഞിട്ടുണ്ട്. 1 ആഡഡ് ടു ദി പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ ഗേവ് 196. ഇതിനൊരു ഇക്വേഷൻ ആക്കി എഴുതാൻ പറഞ്ഞു. 1 ആഡഡ് ടു ദി 2 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ്. സോ ഫസ്റ്റ് ഓഡ് നമ്പർ എക്സ് എന്ന് എടുത്താൽ, ഫസ്റ്റ് എക്സ് ആണെങ്കിൽ നമ്പേഴ്സ് ആർ x+2 ആണ്. സോ ഇതിൻ്റെ പ്രൊഡക്റ്റിനോട് നമ്മൾ 1 ആഡ് ചെയ്താൽ 196 കിട്ടുമെന്ന് പ്രൂവ് ചെയ്യണം. ഐ മീൻ തന്നിട്ടുണ്ട്. ഇതാണ് ഇക്വേഷൻ. ഇതൊന്ന് വൃത്തിയിൽ ഇതാണെങ്കിൽ എന്ത് കിട്ടും? x² പ്ലസ് 2x പ്ലസ് 1 ഈക്വൽ ടു 196. ഇത് നമുക്കറിയാം, ഇത് ഓൾറെഡി സ്ക്വയർ കംപ്ലീറ്റഡ് ആണ്. സോ ഇത് നമുക്ക് എന്ത് ചെയ്യാം? x+1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 196 എന്ന് എഴുതാം. അപ്പോൾ x+1 ഈസ് ഈക്വൽ ടു √196. 1 96 ആണെങ്കിൽ ഒന്നുകിൽ 14 അല്ലെങ്കിൽ 16. അപ്പോൾ 14 ചാൻസ്, കാരണം 15 എന്ന് പറഞ്ഞാൽ 225. സോ x+1 ഈസ് ഈക്വൽ ടു 114, x ഈക്വൽ ടു 13. സോ നമ്പേഴ്സ് ആർ ഏതൊക്കെയാടാ? 13 15. 13 ഇൻറ്റു 15 ചെയ്താൽ നിങ്ങൾക്ക് 195 കിട്ടും. അതിനോട് 1 കൂട്ടിയാൽ 196 കിട്ടും. സോ ഇതാണ് ഇതിന് ആൻസർ. 17ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. 18ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുന്നു. മക്കളെ ശ്രദ്ധിച്ചോളൂ. റൈറ്റ് ദ ഓൾജിബ്രൈക് ഫോം ഓഫ് ദി സീക്വൻസ് 5 9 13. അതിൻ്റെ 25 പദങ്ങളുടെ തുക. 5 9 13 എന്ന് പറയുന്ന സമാന്തര ശ്രേണിയുടെ ഓൾജിബ്രൈക് ഫോം. 18ാമത്തെ ക്വസ്റ്റ്യൻ 5 9 13. ഇതിൻ്റെ ഓൾജിബ്രൈക് ഫോം എന്ന് പറഞ്ഞാൽ xn ഈസ് ഈക്വൽ ടു dn. d എന്ന് പറഞ്ഞാൽ 4. dn പ്ലസ് f മൈനസ് d. സോ 4n + 1. എന്നിട്ട് നമ്മുടെ ഇതിന് ചോദിച്ചത്ര? ഇതിൻ്റെ 25 പദങ്ങളുടെ തുകയാണ്. വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ. 25 പദങ്ങൾ, 1 മാർക്കുള്ളൂ അല്ലേ? സാരല്ല. 25 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ S25 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മിഡിൽ ടേം കണ്ട 25 ഒന്ന് കൂട്ടി 26 അതിൻ്റെ പകുതി. മിഡിൽ ടേം ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ചെയ്താൽ മതി. പിന്നെ മിഡിൽ ടേം കാണാൻ ഒരു പണിയില്ല. 4 × 13. ഇത് ശരിക്കും ഒരു മാർക്ക് കൂടിയൊക്കെ കൊടുക്കട്ടോ. 40 3 4 12 52 53.
സോ ഇതിൻ്റെ 25 പദങ്ങളുടെ തുക എത്രയായിരിക്കും? എക്സ് 13 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 53 ഇൻറ്റു 25. 2 മാർക്കുള്ള ക്വസ്റ്റ്യനൊക്കെ ഉണ്ട്. 53 ഇൻറ്റു 25 ദാറ്റ് ഈസ് 1325. ഓക്കെ, സോ ഞാൻ നേരെ അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കുന്നു. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. 25 പദങ്ങളുടെ തുക. ഓ, അത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആടാ. അതായത് 25th ടേം കാണാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. ഞാൻ ഇതിൻ്റെ സമ്മ കണ്ടുപിടിച്ച്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് ഈ രീതിയിൽ ചെയ്യാം. അപ്പോൾ 25th ടേം കണ്ടിട്ട് ആൻസർ ചെയ്യാം. ഞാൻ മിഡിൽ ടേം കണ്ടുപിടിച്ചിട്ടാണ് ആൻസർ ചെയ്തത്, പക്ഷേ കുഴപ്പമില്ല. ഇത് 25th ടേം എങ്ങനെ കണ്ടുപിടിക്കാം? സെയിം രീതിയിൽ ആൻസർ ചെയ്യാം. 25th ടേം നമുക്ക് ഈ മെത്തേഡ് ഒന്ന് ഒഴിവാക്കാം. സെയിം ആൻസറാണ് കിട്ടുന്നത് നോക്കാം. 25th ടേം. സോ 4 ഇൻറ്റു 25 പ്ലസ് 1 ദാറ്റ് ഈസ് 101. അപ്പോൾ ഇതിൻ്റെ S25 കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ S25 കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. സോ n/2 ഇൻറ്റു ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എത്രയാ? ദാറ്റ് ഈസ് 5 പ്ലസ് ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എത്രയാ? 101. അപ്പോൾ എത്ര കിട്ടും? 25/2 ഇൻറ്റു 106. 106 2 വെട്ടി എത്ര കിട്ടും? 53. 53 ഇൻറ്റു 25 അല്ലേ നേരത്തെ കിട്ടിയത്? 53 ഇൻറ്റു 25 എത്രയാണ്? 1325. അപ്പോൾ ഏത് രീതിയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആൻസർ കണ്ടെത്താം. അത് നിങ്ങളുടെ ചോയ്സാണ്. ഏത് രീതിയിലും നിങ്ങൾ ഫുൾ മാർക്കാണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ മോഡൽ എന്തായാലും ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 + 2 + 3 + എക്സെട്ര + 20 ആണെങ്കിൽ ഇതിന് ആൻസർ എത്രയാണ്? 19A. 1/1 ആയിട്ട് നിങ്ങൾ എഴുതിപ്പോൾ 19A. 19A. 1 മുതൽ 20 വരെയുള്ള സമ്മ് എന്ന് പറഞ്ഞാൽ 20 ഇൻറ്റു 21 n ഇൻറ്റു n + 1/2 n ഇൻറ്റു n + 1/2 ദാറ്റ് ഈസ് 210. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 3, 6, 9, 60. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 3, 6, 9, 12 ആണെങ്കിൽ ബി 3 ഇൻറ്റു 210 3ൻ്റെ മൾട്ടിപ്പിൾ ECPC അല്ലേ? ഒക്കെ നമ്മൾ പറഞ്ഞു തന്നതാണ്. ആൻഡ് അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ algebraic format for an arithmetic sequence is 3n + 1. Find the sum of first 20 terms of the sequence. 3n + 1 ആണ് xn. xn is equal to 3n + 1 എങ്കിൽ ഇതിൻ്റെ 20 ടേമിൻ്റെ സമ്മ്. അപ്പോൾ നമുക്ക് x1 കണ്ടുപിടിക്കാം. 3 + 1 4. x20 കണ്ടുപിടിക്കാം. 3 × 20 60 + 1 61. സോ നമ്മൾ ചോദിച്ചത് ആദ്യത്തെ 20 പദങ്ങളുടെ തുകയാണ്. അത് n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം സമം 10 ഇൻറ്റു 65 സമം 650 കിട്ടും. വിശക്കുന്നടാ 650. എത്ര മിനിറ്റ് ആയാലും? 1 മണിക്കൂറോളായി അല്ലേ? സോ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ആൻസർ കീയാണ്. നിങ്ങളെല്ലാവരും ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ, ഇത് ചെയ്ത് പഠിക്കുന്നത്. ഇപ്പോൾ 19 കിട്ടി. അടുത്തൊരു ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിച്ചേ. യെസ്, ഇപ്പോൾ 19ൽ ബി ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. 19ൽ ബി ക്വസ്റ്റ്യൻ. 19ൽ ബി എന്താണ് ക്വസ്റ്റ്യൻ? ഹൗ മച്ച് മോർ ഇസ് ദ സം ഓഫ് ഫസ്റ്റ് 15 ടേംസ് ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് ദിസ് ദാൻ ദി സം ഓഫ് ഫസ്റ്റ് 15 ടേംസ് ഓഫ് ദി സീക്വൻസ് 4, 10, 16 എക്സെട്ര. ഈ കാണുന്ന ക്വസ്റ്റ്യനിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും രണ്ടിൻ്റെയും കോമൺ ഡിഫറൻസ് സെയിം ആണ് അല്ലേ? രണ്ടിൻ്റെയും കോമൺ ഡിഫറൻസ് എന്താ? സെയിം ആണ്. അപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഹൗ മച്ച് മോർ ഇസ് ദ സം ഓഫ് ഫസ്റ്റ് 15 ടേംസ് ഓഫ് ദി, ഇതിൻ്റെ 15 ടേമിൻ്റെ സം നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇതിൻ്റെ 15 ടേമിൻ്റെ സം നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. എന്നിട്ട് 2 കൂടി കുറച്ചാൽ മതി. ഇനി ഇതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ് എന്ന് വെച്ചാൽ ഇത് 6 ആണ്. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 6 ആണ്. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 6 ആണ്. അപ്പോൾ ഇതിനേക്കാൾ ചെറിയ നമ്പർ ഇതാണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ കാണുന്നിടത്തു നിന്ന് ഉള്ള വ്യത്യാസം 15 പദങ്ങളുടെ തുകയല്ലേ കണ്ടുപിടിക്കാൻ വന്നത്? 11ഉം 4 തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 7 അല്ലേ? 17ഉം 10 തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 7. 23ഉം 16 തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 7 ആണ്. ആ സീക്വൻസ് ഞാൻ ഒന്നും കൂടി ഇവിടെ എഴുതി കാണിക്കുന്നു. ബുദ്ധി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻസർ ചെയ്യാം. ബി 11, 6, 17, 6, 23 എക്സെട്ര. ഇവിടെ ആണെങ്കിൽ 4, 6, 10, 6, 16 എക്സെട്ര. ഇവിടെയൊക്കെ ഡിഫറൻസ് 7 ആണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ 15 പദങ്ങളുടെ വ്യത്യാസം. ഇപ്പോൾ ഇവിടെ 7 ഉണ്ട്, ഇവിടെ 7 ഉണ്ട്, ഇവിടെ 7 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സമ്മിൻ്റെ വ്യത്യാസം എത്രയായിരിക്കും?
15 × 7 ആയിരിക്കും. 10 70 7 35. ദാറ്റ് ഈസ് ഈക്വൽ ടു 105. ഇത്ര ചെയ്യാം ഫുൾ മാർക്ക്. ഓരോന്നും നമ്മളെ വ്യത്യാസം 7 ആണ്. അങ്ങനെ 15 തവണ വ്യത്യാസം ഉണ്ടാവും. ഇത് നമ്മളെ വ്യത്യാസം 7, ഇത് നമ്മളെ വ്യത്യാസം 15 × 7 10 70 7 35 105. വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്തത് ദ ഓൾജിബ്രൈക് ഫോം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഇസ് 5n + 3. കാൽക്കുലേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സം ഓഫ് ദി ഫസ്റ്റ് 10 ടേംസ് ഓഫ് ദി സീക്വൻസ് ആൻഡ് സം ഓഫ് നെക്സ്റ്റ് 10 ടേംസ് ഓഫ് ദി സീക്വൻസ്. ആദ്യത്തെ 10 ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസും അതിന് ശേഷമുള്ള 10 ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസും എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓൾജിബ്രൈക് ഫോം എന്താണ്? 5n + 3 ആണ്. സോ ആദ്യത്തെ 10 xn ഈസ് ഈക്വൽ ടു 5n + 3 അല്ലേ? 5n + 3. സോ ആദ്യത്തെ 10 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ എന്താ? S10 ഈസ് ഈക്വൽ ടു S10 എന്ന് പറഞ്ഞാൽ 10/2 ഇൻറ്റു ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എത്ര ഇക്കട? ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 5 + 3 8. 10th ടേം എന്ന് പറഞ്ഞാൽ 5 × 10 50. 50 + 3 53. സോ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ദാറ്റ് ഈസ് 5 × 53 × 61 6 30 305. ഇതാണ് ആദ്യത്തെ 10 പദങ്ങളുടെ വ്യത്യാസം. ഇനി ഇതിൽ തന്നെ നമുക്ക് 11ാം പദവും കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ 20ാം പദവും കണ്ടുപിടിക്കണം. കാരണം എന്താ? 10 പദങ്ങൾക്ക് ശേഷമുള്ള ടേമുകൾ ഏതാ? 11 12 13 അങ്ങനെ 20 വരെയാണ്. അപ്പോൾ 11ാം പദം ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. കാരണം ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 5 ആണ്. 53 5 കൂട്ടിയാൽ 11ാം പദം കിട്ടി 58. 20ാം പദം അല്ലേ? നേരെ അവിടെ 11 കൊടുത്താൽ മതി. 5 × 11 55 55 + 3 58. 20ാം പറഞ്ഞാൽ 5 × 20 100 100 + 3 103. അപ്പം അതിന് ശേഷമുള്ള 10 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ അവിടെ S10 തന്നെ. n/2 ഇൻറ്റു ഫസ്റ്റ് ടേമായിട്ട് ആര് വരും? 58 വരും. ഫസ്റ്റ് ടേമായിട്ട് 58, ലാസ്റ്റ് ടേമായിട്ട് 103. അപ്പോൾ 5 × 103 58 163. 500 6 5 30 800 815 വരും അല്ലേ? 163 × 5. നമ്മൾ ചോദിച്ചത് എന്താ? ഇതിന്റെ വ്യത്യാസം അല്ലേ ചോദിച്ചത്? ഡിഫറൻസ്, വ്യത്യാസം. ഡിഫറൻസ് ഈസ് ഈക്വൽ ടു എത്ര വരും? ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 815 - 305. 815 നിന്ന് 305 കുറച്ചാൽ എത്ര കിട്ടും? 815 - 305 510 കിട്ടും. അതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇനി നമുക്ക് എത്ര ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനുണ്ട്? ബോറടിച്ചോ? ബോറടിച്ചാലും തിരിച്ചടിക്കാനുള്ള മനസ്സ് നമുക്ക് വേണം കേട്ടോ. നിങ്ങൾക്കിത് ഫാസ്റ്റ് അടിച്ചൊക്കെ കാണാം. കഴിയാനേ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദി സീക്വൻസ് ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് 6 ബിറ്റ്വീൻ 100 and 400. 20ാമത്തെ ക്വസ്റ്റ്യൻ 100ൻ്റെയും 400ൻ്റെ ഇടയിലുള്ള 6ൻ്റെ മൾട്ടിപ്പിൾ. അപ്പോൾ ആദ്യം നമുക്ക് 100നെ 6 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് നോക്കാം, ഡിവൈഡ് ചെയ്ത് നോക്കാം. 1 6 6, 40 6 6 36, റിമൈൻഡർ 4. അപ്പം 40 ഇപ്പം 100 എടുക്കുന്ന സമയത്ത് 100 90ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ നമുക്ക് ഈ 4 കുറയ്ക്കണം അല്ലെങ്കിൽ 2 കൂട്ടണം. അപ്പോൾ ഏറ്റവും നല്ല 2 കൂട്ടുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ടേം എത്രയാണ്? 102. 102 6ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഇതേപോലെ 400നെ ഞാൻ എന്ത് ചെയ്യുന്നു? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 400നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 6 9 6 6 6 36. 40 എത്ര ഉണ്ട്? 6 6 36 4. അപ്പോൾ ഈ കാണുന്ന 4 കുറയ്ക്കാൻ വേണ്ടി, കാരണം 4 കൂട്ടിയാൽ 400ൻ്റെ മുകളിൽ പോയി, 2 കൂട്ടിയാൽ. അപ്പോൾ 400 4 കുറച്ചാൽ 396. 396 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ്. 396/6. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേമും കിട്ടി, ലാസ്റ്റ് ടേമും കിട്ടി. ഇനി എന്താ ചോദ്യം? ഫസ്റ്റ് ടേം ആൻഡ് ലാസ്റ്റ് ടേം ഈസി. ഹൗ മെനി ടേംസ്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര പദങ്ങളുണ്ട്? സോ എന്നെ കാണാൻ അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് +1.
ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം. 396 102 കുറച്ചാൽ 396 100 കുറച്ചാൽ 296, അതിന് 2 കുറച്ചാൽ 294 ബൈ 6 പ്ലസ് 1. 229 4 6 24, 56 9, 49 പ്ലസ് 1 50 ഐ തിങ്ക് സോ. 50 പദങ്ങളുണ്ടാവും. അടുത്ത ചോദ്യം എന്താണ്? കാൽക്കുലേറ്റ് സം ഓഫ് ഓൾ ടേംസ്. ഇതിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ. S50 എന്ന് പറഞ്ഞാൽ എന്താ? 50/2 ഇൻറ്റു ആദ്യ പദം എന്ന് പറഞ്ഞാൽ എത്രയാ? 102 പ്ലസ് അവസാന പദം എന്ന് പറഞ്ഞാൽ എത്രയാ? 396. സോ 50/2 പറഞ്ഞാൽ 25. 25 ഇൻറ്റു 400 498. ഇതൊക്കെ ചെയ്ത് കൂട്ടണേ കുറച്ച് പണി ഉണ്ടാവില്ല നിങ്ങൾക്ക്. ടൈം 498 ഇൻറ്റു 25 സമം 12450 എന്ന ആൻസറിലേക്ക് എത്തും. 12450. ഓക്കെ. സോ നമ്മൾ നേരെ അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കുന്നു. 21ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. 21. The algebraic form of an arithmetic sequence is 6n plus 2. ഇത് വെച്ച് ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ? വാട്ട് ഇസ് ദ റിമൈൻഡർ ഒബ്റ്റെയിൻഡ് വെൻ ഈച്ച് ടേം ഓഫ് ദി സീക്വൻസ്? 2 കിട്ടുക. കാരണം ഫസ്റ്റ് ടേം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എത്രയാ? 6 + 2 ദാറ്റ് ഈസ് 8 ആണ്. 8നെ നിങ്ങൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 2. ശിഷ്ടം 2 കിട്ടും. 1 6 6, ശിഷ്ടം 2. Can the difference between any two terms of the sequence 192 ഡിഫറൻസ് ആവോ? 192നെ കൃത്യമായിട്ട് നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പം 12. യെസ്, പോസിബിൾ ആണ്. അപ്പം 3 6 18 32. 32 ആണ് ഈക്വൽ ടു 32. സോ യെസ്, പോസിബിൾ ആണ്. കാൽക്കുലേറ്റ് സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ദി സീക്വൻസ്. നമുക്ക് വേണമെങ്കിൽ അതിൽ തന്നെ ചെയ്യാം അല്ലേ? 21ാമത്തെ ക്വസ്റ്റ്യൻ. ആദ്യത്തെ എന്താണ്? ഫസ്റ്റ് ടേം 6n + 2 അല്ലേ? xn ഈസ് ഈക്വൽ ടു 6n + 2. സോ x1 ഈക്വൽ ടു 8. സോ 8 നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? റിമൈൻഡർ 2. സോ r ഈക്വൽ ടു 2. റിമൈൻഡർ 2. രണ്ടാമത്തത് 196 ഡിഫറൻസ് ആവുമോ എന്ന് ചോദിച്ചാൽ 196 നമ്മൾ എന്ത് ചെയ്താൽ 192 നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. സോ വിച്ച് ഈസ് പോസിബിൾ? 32. സോ യെസ്. ആൻഡ് 21 സി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സമ്മാണ് SN ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു x1 നമ്മൾ കണ്ടുപിടിച്ചു 8 ആൻഡ് xn പറഞ്ഞാൽ 6n + 2. നേരെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു 6n + 8 + 2 10. നേരെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. n ഇൻറ്റു 6 ദാറ്റ് ഈസ് 6n²/2 പ്ലസ് n ഇൻറ്റു 10n/2. സോ വി ക്യാൻ ക്യാൻസൽ 6 and 2. So the answer is 3n² plus 10/2 5. അതാണ് എൻ്റെ ആൻസർ. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കാം. ഇനി അടുത്തത് 21 ബി ക്വസ്റ്റ്യൻ ആണ്. ഈ കാണുന്ന ക്വസ്റ്റ്യനിൽ ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 5n² - 2n. ഇതിന്റെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക എത്ര? ഫസ്റ്റ് 3 ടേംസിന്റെ സമ്മ് എത്രയാ? ഇതിന്റെ ഓൾജിബ്രായിക് ഫോം എത്രയാ? വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. 5n² - 2n. 21 ബി. xn is equal to SN is equal to 5n² - 3n - 2n. Sum of first 10 terms, write the first 3 terms, write the algebraic form. Sum of first 10 terms, that is n ന് 10 കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടടാ? That is 5 × 10² minus 2 × 10. 10² എന്ന് പറഞ്ഞാൽ 100. 100 × 5 500. 500 minus 20 that is 480. അടുത്തത് ആദ്യത്തെ 3 പദങ്ങൾ കാണാനാണ്. മക്കളെ ശ്രദ്ധിച്ചോളൂ. ഇതിനും ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? SN is equal to 5n² - 2n ആണ്. അപ്പോൾ ഇതിൻ്റെ D എന്ന് പറഞ്ഞാൽ 5 × 2 5 × 2 that is 10. കോമൺ ഡിഫറൻസ് 10 ആയിരിക്കും. ആൻഡ് F എന്ന് പറഞ്ഞാൽ എന്താ? 5 - 2 നേരെ അതിൽ കൊടുക്കുക ദാറ്റ് ഈസ് 3. സോ സീക്വൻസ് എന്ന് പറഞ്ഞത് ഫസ്റ്റ് ടേം 3, കോമൺ ഡിഫറൻസ് 10, 13, 23 എക്സെട്ര. അടുത്ത ചോദ്യം, ഇതിന്റെ xn എത്ര? xn എന്ന് പറഞ്ഞാൽ dn + f - d. d എന്ന് പറഞ്ഞാൽ 10. സോ 10n പ്ലസ് f - d 3 - 10. സോ 10n - 7. ഇതാണ് ഇതിന്റെ xn വരുന്നത്. ഇത് ഏതാ ക്വസ്റ്റ്യൻ? 21 ബി കേട്ടോ. 21 ബി.
സോ നമ്മൾ സെക്ഷൻ ഡിയിലേക്ക് കിടക്കുകയാണ്. മക്കളെ ശ്രദ്ധിച്ചോളൂ. സെക്ഷൻ ഡിയിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് ഇതിന്റെ ആൻസർ പോകുന്നത് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോളൂ. സെക്ഷൻ ഡി, ഇതിൽ തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം, ഇൻ ദ പിക്ചർ O ഈസ് ദ സെന്റർ ഓഫ് ദി സർക്കിൾ, ABC ആർ പോയിന്റ്സ് ഓൺ ദി സർക്കിൾ, ABO എന്ന് പറഞ്ഞാൽ 25, BCO എന്ന് പറഞ്ഞാൽ 40 ഡിഗ്രി. എന്നിട്ട് നിങ്ങൾ ചോദിക്കുകയാണ് CBO എത്ര. നന്നായിട്ട് നോക്കണം. CBO ഈ കാണുന്നത് സർക്കിളിന്റെ റേഡിയസ് ആണ്. സോ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും, ഈ രണ്ട് ആംഗിളും. ഇത് 40 ആണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ 40. അടുത്ത CAB എന്ന് പറഞ്ഞാൽ ഈ 40ന്റെ നേരെ ഇത് 40 അല്ലേ. അപ്പോൾ 40 40 80 കിട്ടി. ഇത് 80 ആണ്. ഈ കാണുന്ന ആംഗിൾ എത്രയായിരിക്കും? 100 ആയിരിക്കും. സോ ഈ കാണുന്ന ആംഗിൾ BAC എന്ന് പറയുന്ന ആംഗിൾ, അല്ലെങ്കിൽ ACB എന്ന് പറഞ്ഞ ആംഗിൾ, സോറി CAB എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 100/2, ദാറ്റ് ഈസ് 50 ഡിഗ്രി. അടുത്തത് ആംഗിൾ ACB എത്ര? ACB എവിടെ? ACB ഈ കാണുന്ന ആംഗിൾ, അത് കണ്ടുപിടിക്കണം. എന്ത് ചെയ്താൽ മതി? ഈ കാണുന്ന ആംഗിൾ എത്രയാണെന്ന് അറിയാം നമുക്ക്. ദിസ് ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി. ഈ കാണുന്ന ആംഗിൾ എത്രയാ? 50 ഡിഗ്രി. ഇനി നിങ്ങൾ നോക്കിയേ, 25 40 65, 65 50 എത്രയാണ്? ദാറ്റ് ഈസ് 115 ആണ്. 115 40 എത്രയാണ്? 155. അപ്പോൾ മൊത്തം ഒരു ട്രയാങ്കിൾ 180 അല്ലേ ഉണ്ടാവുക? ഇതും കൂടി കൂട്ടിയാൽ 180 ആണ്. അപ്പോൾ ഇത് 50 75 75 40 115, 115 40 155. അപ്പോൾ ഇത് 160 25 ഡിഗ്രി കിട്ടും, 25 ഡിഗ്രി. അങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ഈ കാണുന്ന ആംഗിൾ മുഴുവനും കണ്ടുപിടിക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിക്കുക. പ്രൂവ് ദാറ്റ് ഇൻ എനി സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഇത് നമ്മൾ ഇന്നും ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇന്ന് രാവിലത്തെ ലൈവിൽ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് ഇൻ എനി സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ദ ഔട്ടർ ആംഗിൾ അറ്റ് എനി വെർട്ടെക്സ് ഈസ് ഈക്വൽ ടു ദി ഇന്നർ ആംഗിൾ അറ്റ് ദി ഓപ്പോസിറ്റ് വെർട്ടെക്സ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നേരെ ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കുക. ഇത് വേണമെങ്കിൽ ഞാൻ ആൻസർ കീ ആയിട്ട് കാണിച്ചാൽ 23A 23A ഒരു ചിത്രം നമ്മൾ ഇന്ന് രാവിലെയും കൂടി പറഞ്ഞതാണ്. ഇതിനുള്ളിൽ നിങ്ങൾ എന്തെങ്കിലും ക്വാഡ്രിലാറ്ററൽ വരയ്ക്കുക, പുറത്തൊക്കെ ഒരു ആംഗിൾ വരയ്ക്കുക. സോ ഈ കാണുന്ന ആംഗിൾ എക്സിന് എടുത്താൽ ഈ കാണുന്ന ആംഗിൾ എന്തായിരിക്കും? 180 - x. കാരണം എന്താ? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ ഈ കാണുന്ന ആംഗിൾ എന്തായിരിക്കും? x. പ്രൂവ്ഡ്. കാരണം സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആംഗിൾ A പ്ലസ് ആംഗിൾ C ഈക്വൽ ടു 180 ആൻഡ് ആംഗിൾ ഇതിനാണ് ഇന്ന് കൊടുക്കുക. ആംഗിൾ BCD പ്ലസ് ആംഗിൾ ECD ഈക്വൽ ടു 180. ഈ രണ്ട് ഐഡിയ മാത്രമേ അതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പ്രൂവ് ചെയ്യാൻ പറ്റും. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇതിൽ B ക്വസ്റ്റ്യൻ. ഇതിൽ ഏത് ക്വസ്റ്റ്യൻ ചെയ്താലും മതി. ഇൻ ദ പിക്ചർ ദ സർക്കിൾസ് അറ്റ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മിഡിൽ PQRS ലൈൻ ജോയിൻ ABC പ്രൂവ് ദാറ്റ് ABCD ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ABCD എന്ന് പറഞ്ഞാൽ ഇത് സൈക്ലിക് ആണ്. പ്രൂവ് ചെയ്യാൻ എങ്ങനെയാണ്? ഈസി ആയിട്ട് ചെയ്യാൻ നോക്കിക്കോളൂ മക്കളെ. ഞാൻ ഈ കാണുന്ന ആംഗിൾ ഞാൻ എന്തെന്ന് എടുത്തു? X എന്ന് വിളിച്ചു. ഇത് X ആണെങ്കിൽ ഇവിടെ ഞാൻ ജോയിൻ ചെയ്യിപ്പിച്ചാൽ ഈ കാണുന്ന ആംഗിൾ എന്തായിരിക്കും? 180 - x ആണല്ലോ. ഇത് 180 - x ആണെങ്കിൽ ഇത് 180 - x ആണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ എന്തായിരിക്കും? x. അപ്പോൾ ഇതെന്തായിരിക്കും? 180 - x. അപ്പോൾ ഇതെന്തായിരിക്കും? x. അപ്പോൾ എന്തായിരിക്കും? 180 - x. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ C പ്ലസ് ആംഗിൾ A ഈക്വൽ ടു 180. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾ 180 ആണ് കിട്ടി. ഇനി ഇതിനെ y എന്ന് എടുത്താൽ ഇതെന്തായിരിക്കും? 180 - y. അപ്പോൾ ഇതെന്തായിരിക്കും? y. അപ്പോൾ ഇതെന്തായിരിക്കും? 180 - y. അപ്പോൾ ഇതെന്തായിരിക്കും? y. അപ്പോൾ ഇതെന്തായിരിക്കും? 180 - y. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇത്രേ ഉള്ളൂ. ഈ ചിത്രം അങ്ങനെ തന്നെ പകർത്തി വരക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇങ്ങനെ ഓരോന്ന് എഴുതി എടുക്കണം ചെയ്യാം. ആംഗിൾ A പ്ലസ് ആംഗിൾ C ഈക്വൽ ടു 180, ആംഗിൾ B പ്ലസ് ആംഗിൾ D ഈക്വൽ ടു 180. സോ ഇറ്റ് ഈസ് സൈക്ലിക്. സോ ഇറ്റ് ഈസ് സൈക്ലിക്. ഇത്രയുള്ളത് പ്രൂവ് ചെയ്യാൻ. ഇത്രയത് പ്രൂവ് ആയി. ചക്രീയമാണ്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. ഈസി മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മക്കളെ ശ്രദ്ധിച്ചോളൂ. ഇന്നലെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇൻ ദ പിക്ചർ O ഇസ് ദ സെന്റർ ഓഫ് ദി സർക്കിൾ, ABCDM and R ദ പോയിന്റ്സ് ഓൺ ദി സർക്കിൾ, കോഡ്സ് AB ആൻഡ് CD ആർ ഇന്റർസെക്ട് അറ്റ് P. AB CD എന്ത് ചെയ്യുന്നുണ്ട്? P ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. O ആണ് സെന്റർ. ഈ കാണുന്ന ആംഗിൾ 20 ഡിഗ്രി, ഈ കാണുന്ന ആംഗിൾ 110 ഡിഗ്രി. അത് രണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്നിട്ട് ACD എത്ര എന്നാണ് ആദ്യം ചോദ്യം. ACD എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ആംഗിൾ ആണ്. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഈ കാണുന്ന ആംഗിൾ കിട്ടിയാൽ മതി, 20. ECPC. അടുത്ത ആംഗിൾ CDB എത്ര എന്നാണ് ചോദ്യം. CDB
ഈ കാണുന്ന ആംഗിൾ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ കാണുന്ന ആംഗിൾ 20 ആണെന്ന് കിട്ടിയല്ലോ. ഇത് 110 അപ്പോൾ 110. അപ്പോൾ ഈ കാണുന്ന ആംഗിൾ എത്രയായിരിക്കും? 50 ആയിരിക്കും. ഈ കാണുന്ന ആംഗിൾ 50 ആണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ എത്രയായിരിക്കും? 50 ആയിരിക്കും. അടുത്തത് കാൽക്കുലേറ്റ് ദ സം ഓഫ് സെൻട്രൽ ആംഗിൾസ് ഓഫ് ആർക്ക് AMD ആൻഡ് BNC. ഈ കാണുന്ന AMD എന്ന് പറയുന്ന സെൻട്രൽ ആംഗിളും ഈ കാണുന്ന CNB എന്ന് പറഞ്ഞ സെൻട്രൽ ആംഗിൾ കൂടി അത് 180 എന്ന രീതിയിൽ നമ്മൾ പ്രൂവ് ചെയ്ത് ഓർമ്മ ഉണ്ടോ? സോ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ വേണമെങ്കിൽ ഇങ്ങോട്ട് ജോയിൻ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഈ സെൻട്രൽ ആംഗിൾ എത്ര കിട്ടും? ഇത് 20 ആണെങ്കിൽ അതിൻ്റെ ഡബിൾ ആയിരിക്കും ഇവിടെ വരിക. ദിസ് ഈസ് 40. AOD ഈക്വൽ ടു ആംഗിൾ AOD പ്ലസ് ആംഗിൾ COB. AOD പറഞ്ഞാൽ 20ൻ്റെ ഡബിൾ 40 പ്ലസ് ഇത് നിങ്ങൾ നോക്കിയേ, ഈ കാണുന്ന ആംഗിളും ഈ കാണുന്ന ആംഗിളും സെയിം അല്ലേ? ഈ കാണുന്ന ആംഗിളും ഇത് നമ്മൾ ഓൾറെഡി എത്ര കണ്ടുപിടിച്ചു? ദിസ് ഈസ് 50 ആണ് കണ്ടുപിടിച്ചു. CAB എന്ന് പറയുന്നത് അല്ലെ CDB എന്ന് പറയുന്നത് 50 ആണ് കണ്ടുപിടിച്ചു. അപ്പോൾ ഇത് 50 ആണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ എത്രയായിരിക്കും? 100. 140 അല്ലേ കിട്ടുന്നത്, 180 അല്ല. മക്കളെ ശ്രദ്ധിച്ചോളൂ, ഈ കാണുന്ന ആംഗിൾ 20 ഡിഗ്രി. സെമി സർക്കിൾ എന്ന് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ അല്ല കേട്ടോ. ഈ കാണുന്ന ആംഗിൾ 20 ഡിഗ്രി. അപ്പോൾ ഇതിൻ്റെ നേരെ ഡബിൾ ആയിരിക്കും ഇവിടെ വരുന്നത് 40 ഡിഗ്രി. ഈ കാണുന്ന ആംഗിൾ 50 ഡിഗ്രി. അപ്പോൾ അതിൻ്റെ നേരെ ഡബിൾ ആയിരിക്കും ഇവിടെ വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 15ൻ്റെ ഡബിൾ 100. സോ 100 പ്ലസ് 40 ദാറ്റ് ഈസ് ഈക്വൽ ടു 140 ഡിഗ്രി. 140 ഡിഗ്രി. ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആൻസർ കണ്ടെത്താം. ഞാൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 2 ക്വസ്റ്റ്യനും കൂടിയേ ഉള്ളൂ. അവിടെ കഴിഞ്ഞു മക്കളെ ശ്രദ്ധിച്ചോളൂ. ഇൻ ദ ഫിഗർ O ഈസ് ദ സെന്റർ ഓഫ് ദി സർക്കിൾ. ഇതിൽ ഏതൊക്കെ 130 ഡിഗ്രി വന്നിട്ടുണ്ട്. PSQ എത്രയാണ്? PSQ വളരെ സിമ്പിൾ ആണ്. ഇത് 130 ആണെങ്കിൽ അതിന് നേരെ പകുതി ഇത് 65 ആയിരിക്കും. അടുത്ത ചോദ്യം എന്താണ്? ആംഗിൾ PRB എത്രയാണ്? PRB എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ആംഗിളാണ്. അത് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് 65 ആണെങ്കിൽ മക്കളെ ശ്രദ്ധിച്ചോളൂ, ഈ കാണുന്ന ആംഗിൾ 65 ആണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ എന്താണ്? 65 ആണ്. സെയിം. അപ്പോൾ ഇത് 180 65 കുറച്ചാൽ 115. അടുത്ത ചോദ്യം ആംഗിൾ RAS. RAS എന്ന ഏത് ആംഗിൾ എന്നറിയോ? RAS അതായത് ഇതും ആൻഡ് ആംഗിൾ SBR ഇതും. ഇത് രണ്ടുകൂടി കൂട്ടിയാൽ എത്ര കിട്ടുന്നതാണ്? ഇത് ഓൾറെഡി പ്രൂവ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ടെക്സ്റ്റ് ബുക്കിൽ പണ്ടത്തെ. ഓക്കെ, അപ്പോൾ ഇത് കൂട്ടിയാൽ ഒരു പണിയില്ല. ഇത് 115 ആണല്ലോ, ഇത് 115. അതായത് സെൻട്രൽ ആംഗിൾ ഡബിൾ വരും. സെൻട്രൽ ആംഗിൾ ഡബിൾ എന്നല്ല, സെൻട്രൽ ആംഗിൾ 115. അപ്പോൾ ഇത് എത്ര കിട്ടി? 115 എത്ര കിട്ടി? 230 കിട്ടി. 230 ആണെങ്കിൽ ഈ കാണുന്ന ആംഗിളായിരിക്കും ഇതിൻ്റെ സം ഉണ്ടാവുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 360 മൈനസ് 230. സോ 130 ഡിഗ്രി കിട്ടും. സമം 130 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത നേരെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഇനി ഒറ്റ ക്വസ്റ്റ്യൻ കൂടിയുള്ള എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഈ രീതിയിലൊരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. ചോദ്യത്തിൽ ഇത് 70 ഡിഗ്രി വന്നിട്ടുണ്ട്. ദിസ് ഇസ് 70 ഡിഗ്രി ആൻഡ് ഇത് 55 ഡിഗ്രി. ADC എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ADC നമുക്ക് 1 by 1 ആയി നോക്കാം. ADC ഈ കാണുന്ന ആംഗിൾ ഇത് എന്താ വന്നിട്ടുണ്ട്? സെൻറ്റർ ആണ് തന്നിട്ടുണ്ട്. സോ ഇത് ഡയമീറ്റർ ആയതുകൊണ്ട് ഈ കാണുന്ന ആംഗിൾ ADC എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കും. അത് CAD നന്നായിട്ട് നോക്കിയേ. CAD ഈ കാണുന്ന ആംഗിൾ. ഇത് കിട്ടണമെങ്കിൽ ഈ കാണുന്ന ആംഗിൾ കിട്ടിയാൽ മതി. ഈ കാണുന്ന ആംഗിൾ കിട്ടണമെങ്കിൽ ഈ കാണുന്ന ആംഗിൾ കിട്ടിയാൽ മതി. അത് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴി ഉണ്ടോ നോക്കാം. ഈ കാണുന്ന ആംഗിൾ ഓൾറെഡി അറിയാലോ. ഇത് മൊത്തം 90 ആയതുകൊണ്ട് 55 ഡിഗ്രിയും 25 ഡിഗ്രിയും മൊത്തം 35 ഡിഗ്രി. 35 ഡിഗ്രി. നമ്മൾ ചോദിച്ചത് CAD. എവിടെയാ CAD? CAD ഈ കാണുന്ന ആംഗിൾ. സോ അതിന് നമുക്ക് ഏതെങ്കിലും ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റിയുണ്ടോ? ഇത് 90 നോക്കിക്കോട്ടെ. ഇത് 90. ഇത് എത്രയാണ്? 70. 90 70 എത്രയാ? 160. 90 70 160 ആണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ എത്രയായിരിക്കും? 20 ഡിഗ്രി. ഈസി അല്ലേ? കാരണം ഇതൊരു റൈറ്റ് ട്രയാംഗിൾ ആണ്. ഇതിൻ്റെ മൊത്തം ആംഗിൾ 180 ആണ്. ഇത് 90 ആണ് ആൻഡ് ഇത് 70 ആണ് എങ്കിൽ ഇത് എത്രയാണ്? 20. അത് CBD എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ആംഗിൾ. ഈ കാണുന്ന ആംഗിളും എന്താണ്? സെയിം ആണ്. നോക്കിയേ, ഈ കാണുന്ന ആംഗിളും സെയിം ആണ്. സോ CBD എന്ന് പറഞ്ഞാൽ എത്രയാ? 20 ഡിഗ്രി സെയിം. ആൻഡ് അടുത്തത് BAE ഈ കാണുന്ന ആംഗിൾ. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കാം?
ഈ കാണുന്ന ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു 35. സോ ഇവിടെ നിന്നാണ് ആംഗിൾ വന്നത്, ഇത് 35. അപ്പോൾ സെയിം ആംഗിൾ അല്ലേ എവിടെയും വരിക 35. സോ ഇവിടെ 35 വരും. ഇത് രണ്ടും കൂടി കൂട്ടി എത്ര കിട്ടും? 20 + 35 എത്രയാണ്? ദാറ്റ് ഈസ് 55 ആണ്. എങ്കിൽ ഈ കാണുന്ന ആംഗിൾ എത്ര വരും? 180 നിന്നും 55 കുറച്ചാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 125. സോ ഇതാണ് ഇതിൻ്റെ ആൻസർ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ പറഞ്ഞത്. 3.5 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സർക്കിൾ വരയ്ക്കുക. 52.5ൻ്റെ ഡബിൾ. 52.5ൻ്റെ ഡബിൾ എത്രയാണ്? 100, 105 ഡിഗ്രി. 65ൻ്റെ ഡബിൾ എത്രയാണ്? 130 ഡിഗ്രി. ഇത് രണ്ടും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സർക്കിൾ വരക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആ സർക്കിളിനകത്ത് ഒരു സർക്കിൾ വരക്കുന്നു. ആ സർക്കിളിനകത്ത് 3.5 സെൻറ്റിമീറ്റർ നമ്മളൊരു റേഡിയസ് വരക്കുന്നു. ശേഷം നമ്മൾ ഈ പറഞ്ഞ ആംഗിളുകൾ അതിൽ അടയാളപ്പെടുത്തുന്നു. അപ്പം 3.5, 105, 130. എന്നിട്ട് ഇതങ്ങ് ജോയിൻ ചെയ്യിപ്പിക്കാം. സോ നമുക്കിവിടെ ഈ രീതിയിൽ വരും. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ബാക്കി വരച്ച് നോക്കുക. അപ്പോൾ ഈ കാണുന്ന PDF ഒക്കെ നമുക്ക് വേണമെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ഇടാം. നിങ്ങൾക്ക് വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വേഗം ജോയിൻ ചെയ്തോളൂ. ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കമ്മ്യൂണിറ്റിയിലും തരാം കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് ടൈമിലുള്ളത്. കുറച്ച് ലെങ്തി ആയുള്ള വീഡിയോ ആണെന്ന് അറിയാം, പക്ഷേ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നതാണ്. നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് കിട്ടിയെന്ന് അറിയാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. ബൈ.